നാലാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മേളയ്ക്ക് ഇത്തവണ വേദിയാകുന്നത് കുളത്തൂപ്പുഴ സാം ഉമ്മൻ മെമ്മോറിയൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളാണ്. മലയോര മേഖലയിലെ വിദ്യാർത്ഥികളുടെ മുന്നോട്ടുള്ള പഠനത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്ന പുത്തൻ സാങ്കേതിക വിദ്യകൾ അടുത്തറിയുന്നതിന് ഈ മേള കൂടുതൽ സഹായകരമാക്കുകയാണ് മേള ലക്ഷ്യം വെക്കുന്നത്. ട്രൈബൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികളുള്ള നമ്മുടെ ഈ കുളത്തൂപ്പുഴ പ്രദേശത്ത് ഈ മേള ആ പുതിയ കാര്യങ്ങളെ മനസ്സിലാക്കാനും നൂതന സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ ഉൾക്കൊള്ളാനുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വലിയ ഒരവസരം തുറന്നു വയ്ക്കുകയാണ്. ബഹുമാന്യനായ MLA ഇവിടെ എന്നോട് ഒരാവശ്യം ഉന്നയിക്കുകയുണ്ടായി. തീർച്ചയായും അത് ഏറ്റെടുക്കുകയാണ്. നമുക്ക് ഈ ടെക്നിക്കൽ ഹൈസ്കൂളിനെ ഒരു പോളിടെക്നിക്കായി ഉയർത്തുക തന്നെ വേണം. കാരണം പ്രായണ മലയോര പ്രദേശത്ത് ഇനിയും സാമ്പത്തികമായി മുന്നോട്ട് വരേണ്ടുന്നതായിട്ടുള്ള ഇന്നും നാളെയുമായി നടക്കുന്ന മേളയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിലെ സ്പെഷ്യലൈസേഷൻ ട്രേഡിലും NSQF ട്രേഡിലും ജനറൽ വിഷയങ്ങളിലും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വർക്കിംഗ് മോഡലുകൾ, നിശ്ചല മോഡലുകൾ തുടങ്ങി കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് ഉണ്ടാകുക. മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ പുനലൂർ MLA PS സുബാൽ അധ്യക്ഷത വഹിച്ചു. ഏതാണ്ട് 48 സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക. സ്കൂൾ തലത്തിൽ ഏറ്റവും മികവ് പ്രകടിപ്പിച്ച വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കുക. ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കുറവും വരാത്ത തരത്തിൽ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്കറിയാം, നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളും അനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഇൻചാർജ് ശ്രീമതി ബൈജുബായ് DP സ്വാഗതം പറഞ്ഞു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനിൽകുമാർ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാ രാജേന്ദ്രൻ, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം K അനിൽകുമാർ, നദീറ സൈഫുദ്ദീൻ, P ലൈല ബീബി, ചന്ദ്രകുമാർ S, ഷീജ റാഫി, റോയ് ഉമ്മൻ, B രാജീവ്, റീന ഷാജഹാൻ, EK സുധീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.